വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് മറ്റുള്ളവരെ ജീവിതം കാണിക്കാൻ വേണ്ടി പാടുപെടുകയാണ് പല പ്രവാസി സുഹൃത്തുക്കളും. സ്റ്റാറ്റസ് നല്ലതാണ്, പക്ഷേ സ്റ്റാറ്റസ് ഇടുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് വല്ലപ്പോഴുമെങ്കിലും നമ്മളൊന്ന് കാണേണ്ടത് അത്യാവശ്യമല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നത്. വാട്സപ്പ് സ്റ്റാറ്റസ് ട്രാപ്പ് എന്നാണ് ഞാൻ ഈ വീഡിയോയുടെ ഹെഡിങ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് മാത്രമല്ല, പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന വാക്ക്. ഇന്നത് മാറി മറിഞ്ഞു. കാരണം സോഷ്യൽ സ്റ്റാറ്റസിലല്ല ഇപ്പം നമ്മൾ പ്രധാനം കൊടുക്കുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ നല്ലൊരു വീട് വെച്ചു, അതിൻ്റെ ഒരു നല്ല റീൽസ് എടുത്ത്, നമ്മൾ നല്ലൊരു ഹൗസ് വാമിങ്ങിൻ്റെ റീൽസൊക്കെ എടുത്ത് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലേ നമുക്കിന്നൊരു തൃപ്തി വരത്തുള്ളൂ. ഒരു കാറ് വാങ്ങിച്ചാൽ ആ കാറ് ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ച ഒരു മനോഹരമായ റീൽസാക്കി മാറ്റി എന്ത് രസമാണ് മറ്റുള്ളവരെ കാണിക്കാൻ. അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിൻ്റെ പിന്നാലെ നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നമുക്ക് തന്നെ അറിയാം, നമ്മൾ രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും വാട്സപ്പും അല്ലെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ നോക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുക. പക്ഷെ അതൊരു സമാധാനമാണോ? അല്ല, പലരുടെയും സമാധാനം പോകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം നമ്മൾ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ഓൺ ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ വലിയ വലിയ പെർഫോമൻസും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മൾ ഇന്ന് ഒരിടത്തും എത്തിയില്ലല്ലോ എന്ന് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരും. കാരണം അവർ ലോൺ എടുത്തിട്ടായിരിക്കും കാറ് വാങ്ങിക്കുന്നത്, അവർ ലോൺ എടുത്തിട്ടായിരിക്കും വീട് വെക്കുക, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്വർണ്ണം വിറ്റിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുകയാണ്. ഇത് കണ്ടിട്ട് നമ്മളും വിചാരിക്കുന്നു നമുക്കിവിടെ നിന്ന് എത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ശരിക്കും രാവിലത്തെ മോർണിംഗിൽ തന്നെ തുടങ്ങുന്നത് തന്നെ നെഗറ്റീവ് എനർജിയോടെയാണ് പല ആളുകളും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിനെ പറ്റിയും ഇതുണ്ടാക്കുന്ന ട്രാപ്പിനെ പറ്റിയും വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒറ്റ വാക്കാം. എൻ്റെ പേര് ധനേഷ് മുരളി. ഗ്രോവൽ എന്ന സ്ഥാപനം നടത്തി വരുന്നു. പേഴ്സണൽ വെൽത്ത് മാനേജ്മെൻ്റ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ മനുഷ്യർക്കും ഒരു ഗോൾ ഉണ്ടാവും അല്ലേ? ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ പോകുമ്പോൾ അവരെ ഒന്ന് പിടിച്ചു നിർത്ത്, അവർക്കൊന്ന് ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഗോൾ ക്രിയേറ്റ് ചെയ്യാനും അതിനോടൊപ്പം അവർക്ക് വേണ്ട ഇൻഷുറൻസുകൾ മാത്രം, ഒരു മനുഷ്യന് ആവശ്യമുള്ള ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം സർവീസ് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന, പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന ഒരു സർവീസാണ് ഗ്രോവൽ. വീഡിയോയിലേക്ക് കടക്കാം. ഒരു ശരാശരി മലയാളിയുടെ ഇന്നത്തെ സാലറി ഗൾഫിലൊക്കെ 70,000 റുപ്പീസ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു ആവറേജ് ആണ്. ഇതിൽ 10,000 മുതൽ ഒരു പക്ഷേ 10 lakhs വരെ സാലറി കിട്ടുന്ന പല ആളുകളും കാണും. എന്നാലും കൂടിയ പങ്കും ഒരു 50,000 മുതൽ 1 lakhൻ്റെ ഇടയ്ക്ക് സാലറി വാങ്ങുന്നവരാണ്. അതിനിടയിലാണ് നമ്മൾ ഈ 70,000 എന്ന വാല്യൂ എടുത്തിരിക്കുന്നത്. ജോലി കിട്ടിയാൽ ആദ്യം തന്നെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മലയാളികൾക്ക് അത് വീക്ക്നെസ് ആണ്. ഇത് ചെയ്തേ പറ്റൂ. വീടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു വീട് വെക്കാൻ ശ്രമിക്കും. ഇനി വീടില്ലെങ്കിൽ വീട് വെക്കും. എന്തായാലും നമ്മൾ അത് ചെയ്തിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അങ്ങനെ വീട് വെക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല, കാരണം നമ്മൾ ജോലിയിലേക്ക് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഒരു മിനിമം ഒരു 20,000 to 25,000 എന്തെങ്കിലും ഒരു ഹോം ലോൺ നമ്മൾ എടുത്തിരിക്കും. അങ്ങനെ എടുക്കുമ്പോൾ ഏകദേശം 25 വർഷത്തേക്കെങ്കിലും ആയിരിക്കും ലോൺ ഉണ്ടാവുക. അത് ഒരു 50 lakhsൻ്റെ ലോണൊക്കെ ആണെങ്കിൽ അടച്ചു തീരുമ്പോൾ ഏകദേശം 1.5 കോടി രൂപകളാകും. കാരണം ഇത്രയധികം ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളും കൊടുക്കുമ്പോൾ ഏകദേശം 1 കോടിക്ക് മുകളിലേക്കാണ് പല ആളുകളും പ്രിൻസിപ്പളിനോടൊപ്പം ഇൻട്രസ്റ്റ് തുക അടയ്ക്കേണ്ടി വരിക. അപ്പോൾ 25ാമത്തെ വയസ്സിൽ ഒരാൾ ലോൺ എടുത്താൽ ഏകദേശം 50 വയസ്സ് വരെ അദ്ദേഹത്തിന് ലോൺ അടയ്ക്കേണ്ടി വരുന്നു. അതൊരു ലോൺ ട്രാപ്പ് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് പറ്റുന്നൊരു കാര്യം എന്താണ്? വീട് വെക്കാം, സ്റ്റാറ്റസ് സിമ്പൽ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണിക്കാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യം, നാട്ടിലൊരു നല്ല കാർ വാങ്ങിക്കുക. കാർ പോർച്ചിന് മുമ്പ് ഒരു ആനയൊക്കെ കെട്ടിയിടുന്ന പോലെ നമുക്ക് ഒരു വലിയ കാർ വാങ്ങിച്ച്, ഒരു SUV കാറൊക്കെ വാങ്ങിച്ച് കാർ പോർച്ച് ഇടാൻ സാധിക്കും. അപ്പോൾ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ അന്തസ്സാണ് അല്ലേ, നല്ലൊരു വീടുണ്ട്, നല്ലൊരു കാറും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാരണം ഇപ്പോൾ ഒരു EMI ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 10,000 റുപ്പീസിൻ്റെ EMI എടുക്കും. അതും ചിലപ്പോൾ ഒരു 10-15 വർഷം അടയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ 70,000 മൈനസ് 30,000 നമ്മുടെ ലോണും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ 30,000 റുപ്പീസ് ആയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നാട്ടിലിപ്പോൾ കല്യാണം കഴിച്ചു, മക്കളുണ്ടാകുന്നു, പേരൻസ് കാണും, അങ്ങനെയൊക്കെ ചിലവുകൾ കൂടി വരും. ഒരു 25,000 റുപ്പീസ് എങ്കിലും നാട്ടിലും കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ടോട്ടൽ 55,000 റുപ്പീസ്. ഇനി അദ്ദേഹത്തിന് കയ്യിൽ ഒരു 15,000 ആയിരിക്കും റിമെയിൻ ബാലൻസ് ഉണ്ടാവുക. തീർച്ചയായിട്ടും നമുക്കറിയാം, ഗൾഫിലോ അല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിൽ പോലും ഒരു 15,000 റുപ്പീസ് എങ്കിലും ഒരാൾക്ക് മിനിമം കോസ്റ്റ് ജീവിക്കാൻ വേണ്ടി ചിലവാകുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, 70,000 റുപ്പീസും ചിലവാകുന്നു, ബാക്കി ലോണും കൊണ്ടുപോകുന്നു. ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും, ബാങ്കിനെ വളർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ട ഒട്ടുമിക്ക പ്രവാസികളും ചെയ്തു വരുന്ന, സത്യം പറഞ്ഞാൽ ഗൾഫിൽ പോകുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ബാങ്കിനെ വളർത്താൻ വേണ്ടി തന്നെയാണ്. ബാങ്ക് വളരുന്നുണ്ട്, നമ്മൾ വളരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു 70,000 റുപ്പീസ് ആയിരുന്നു നമ്മുടെ ഇൻകം ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും നമുക്കൊരു 7,000 റുപ്പീസ് സേവ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിക്ക് ഇനിയിപ്പോൾ നാളെ 2 lakhsൻ്റെ ഒരു സാലറി ഹൈക്കോ മറ്റൊരു ജോലി കിട്ടിയാൽ പോലും അതിൻ്റെ ഒരു 10%, ഒരു 20,000 റുപ്പീസ് മാറ്റി വെക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു 20,000 റുപ്പീസിൻ്റെ ജോബ് ആണെങ്കിൽ ഒരു 2,000 റുപ്പീസ് എങ്കിലും മാറ്റി വെക്കണം. എന്നാലേ നമുക്ക് ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ ഒരു 1 lakh നാളെ സാലറി കിട്ടിയാലും അതിൻ്റെ ഒരു 10% മാറ്റി വെച്ച് ഒരു 10,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യാനോ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനോ സാധിക്കത്തുള്ളൂ. അപ്പോൾ പലരും പറയും എനിക്ക് സാലറി ഉണ്ട്, പക്ഷേ
എവിടെ പോകുന്ന അറിയില്ല, ചിലവെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജോലി കിട്ടിയ സമയം മുതലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു റൊട്ടീൻ ലൈഫുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന മൊത്തം ചിലവാക്കുക, ഇനിയും ചിലവാക്കാനില്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് അതുകൂടി ചിലവാക്കുക, ഇനി അതും ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി ചിലവാക്കുക എന്നൊരു സ്വഭാവം പല ആളുകളും കാണുന്നുണ്ട്. അപ്പോൾ അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ ആ ഒരു റൊട്ടീൻ നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. നമ്മൾ ഗൾഫിലാണോ അല്ലെങ്കിൽ നാട്ടിലാണോ എവിടെ ജോലി ആയിക്കോട്ടെ, നമ്മളത് കൃത്യമായിട്ട് മണി മാനേജ്മെൻറ്റ് എന്ന കാര്യം ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വലുതായാലും നമ്മുടെ ഗ്രോത്ത് ഉണ്ടായാലും ജീവിതത്തിൽ വലിയ മെച്ചപ്പെട്ട കാര്യം നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. അതൊരു ദിവസം കൊണ്ട് സ്വിച്ച് ഇട്ടാൽ നാളെ രാവിലെ മുതൽ സേവ് ചെയ്യുന്ന കാര്യം നടക്കില്ല. അതുകൊണ്ടാണ് പല പ്രവാസികളും നമുക്കറിയാം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രാപ്പിൽ പെട്ടു പോകുമ്പോഴാണ് നാളെ ജോലി നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസിൻ്റെ പുറത്ത് നമുക്കൊരു 2 മാസം സാലറി വന്നില്ലെങ്കിൽ പോലും വലിയ ടെൻഷനിലാവുകയും ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ട് പോലും ഉണ്ടാകുന്ന കാഴ്ച നമ്മളെപ്പോഴും കാണുന്നത്. കാരണം അവർക്ക് ടെൻഷനാണ്, നാളെ ജോലി പോയാൽ എന്ത് ചെയ്യുന്ന അറിയില്ല, വീടിൻ്റെ ലോൺ അടയ്ക്കണം, കാറിന് ലോൺ അടയ്ക്കണം, സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം എന്നുള്ള ചിന്തയുടെ പുറത്ത് പല ആളുകളും ടെൻഷൻ അടിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു പ്രവാസി ആയാലും ഒക്കെ തന്നെ നമുക്കറിയാം, നമുക്കൊരു 2-3 ഗോൾ എല്ലാവർക്കും കോമൺ ഗോൾസ് കാണും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീട് തന്നെയായിരിക്കും. അത് മലയാളിയെ സംബന്ധിച്ച് വീട് എന്നുള്ളത് അതൊരു വലിയ നമുക്ക് മാനസികമായിട്ട് വലിയ സപ്പോർട്ട് തരുന്ന കാര്യം. അപ്പോൾ വീട് പലർക്കും വെക്കേണ്ടി വരും. 2 മക്കളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ മറ്റ് പല കാര്യങ്ങളും കാണും. ചിലപ്പോൾ കാർ എടുക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ വേൾഡ് ടൂർ, അങ്ങനെ പല ആളുകൾക്കും പല ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഗോൾസ് വേണം, അത് എല്ലാവർക്കും ഒരു ഗോൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ഗോൾസ് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 45 വയസ്സായിട്ട് കുട്ടിക്ക് 18 വയസ്സാകുമ്പോഴല്ല. നമ്മൾക്ക് 30 വയസ്സുള്ളപ്പോൾ അറിയാം നമ്മുടെ കുട്ടി 15 വർഷം കഴിയുമ്പോൾ കുട്ടിക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ കഴിയും, അത് കഴിഞ്ഞ ശേഷം കോളേജിലേക്ക് പോകണം, കോളേജ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. 30 വയസ്സായിട്ട് നമുക്ക് അറിയാം. അല്ലാതെ 45 വയസ്സെത്തുമ്പോൾ നമ്മളങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു 1 lakh rupees സാലറി ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഒരു 15 വർഷം അദ്ദേഹം ഗൾഫിൽ നിൽക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ അതിൻ്റെ ഒരു 15% തുക മാത്രം അദ്ദേഹം മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തായിരുന്നെങ്കിൽ 15ാമത്തെ വർഷം ഏകദേശം അതൊരു 1 CR ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിച്ചാണ്. 1 CR ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ വളരെ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് കാണുന്ന പല ആളുകളും പറയും, അപ്പോൾ ഇൻഫ്ലേഷൻ ഇല്ലേ, അപ്പോൾ വില കൂടത്തില്ല, അപ്പോൾ അന്നത്തെ കാലത്ത് ഈ 1 കോടി എന്ത് ചെയ്യാനൊക്കെ ചോദിക്കും. പ്രിയ സുഹൃത്തെ, ഒന്നും ഇല്ലാത്തതിൽ നല്ലല്ലേ 1 കോടി ഉള്ളത്. അപ്പോൾ ഒന്നുമില്ലാതെ ജീവിക്കാനെക്കാട്ടി ബെറ്ററാണ് നമുക്ക് ഉള്ള പോലെ ജീവിക്കണം. കുറച്ചുകൂടി നമുക്ക് തുക ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ 50,000 rupees സേവ് ചെയ്യണമെന്ന്. അതൊരു 25,000 ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന 15 year കൊണ്ട് 2 CR 2.5 CR എത്താൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്ര സേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എത്ര സാലറി കിട്ടുന്നുള്ളതല്ല. പലരും പറയാറുണ്ട്, എൻ്റെ മോന് അത്രയും വലിയ ജോലിയാണ്, ആ കമ്പനിയുടെ MD എന്നൊക്കെ പറയും. പക്ഷേ കിട്ടുന്നത് മുഴുവൻ MDയുടെ സാലറി മുഴുവൻ ലോണും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ആണെങ്കിൽ പിന്നെ MD ആയിട്ട് കാര്യമില്ല. അപ്പോൾ അതിൽ നല്ലത് ചെറിയൊരു കമ്പനിയിൽ ചെറിയ ജോലിയാണെങ്കിലും വളരെ വയസ്സായിട്ട് വെളുത്ത് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവനാണ് എടുക്കുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അല്ലാതെ ഏറ്റവും വലിയ ജോലിയും ഏറ്റവും വലിയ സാലറിയും കിട്ടുന്നതല്ല. എത്ര വലിയ ജോലിയായാലും എത്ര ശതമാനം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നിടത്താണ് കാര്യം. അപ്പോൾ സേവ് ചെയ്യുന്നത് മാത്രമല്ല ജീവിതം, ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് എൻജോയ് ചെയ്യുന്നതോടൊപ്പം നാളെ ഒരു ജീവിതം നമുക്ക് ബാക്കിയുണ്ട്. നാളെ നമ്മൾ മുമ്പോട്ട് ജീവിച്ചിരുന്നാൽ നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യം എങ്ങനെയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഉദ്ദേശിച്ച കാര്യം ഇത് മാത്രമാണ്. സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊരു കാര്യം നമുക്കുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അത് സോഷ്യൽ മീഡിയ സ്റ്റാറ്റസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ള ചിന്തയ്ക്ക് പുറത്ത് ജീവിക്കുന്നതിന് പകരം നമുക്കായി ജീവിക്കുക. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ഗോൾ പ്ലാൻ ചെയ്ത് അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ഇതൊരു ബേസിക്കായിട്ട് ഓരോ മനുഷ്യനും ചെയ്യേണ്ട കാര്യമാണ്. നിർഭാഗ്യവശാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല ഇങ്ങനത്തെ കാര്യം, കോളേജിൽ പഠിച്ചിട്ടില്ല, വീട്ടിൽ പറഞ്ഞു തന്നിട്ടില്ല, സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനെപ്പറ്റി നോളജ് ഇല്ലാത്തതിന് പുറത്താണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു പ്രഹസനം എന്ന രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിതം മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായും എല്ലാ ഫാമിലിയിലും ഉണ്ടാവും. ഒരു പക്ഷേ ഇന്ന് സമൂഹത്തിൽ ഒരു 30% മുകളിൽ ആളുകളും ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിൻ്റെ പുറത്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിൻ്റെ പിന്നാലെ ഓടാതെ സ്വാഭാവികമായ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ജീവിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.